afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. Okay, ഇന്നാരാ prayer പാടുന്നത്? Prayer ഞാനാണ് ma'am. മനം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു മാം. Okay, signing. കോഡ്സ് ഞാനാണ്. Signing ആരാ? Signing. സൈനിന് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം. ഇന്നിപ്പോ സ്കൂൾ തുറക്കണ ദിവസമാണല്ലോ, അപ്പോ നമ്മുടെ കുട്ടികളൊക്കെ പുതിയ സ്കൂളിലേക്ക് പുതിയ സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോണ ദിവസമാവും. അപ്പൊ നമ്മളുടെ ചിലരുടെയൊക്കെ മക്കളെങ്കിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ചേർന്നവരുണ്ടാവും. അപ്പൊ എല്ലാ കുട്ടികൾക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് വളരെ സ്വാഗതം ആശംസയൊക്കെ നമ്മളെ ഒരു ടീമിന്റെ പേരിൽ ഞാൻ പറയാണ്. അപ്പൊ നമ്മളെല്ലാവരും സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിങ്ങനെ ഇപ്പൊ ഈ ഫസ്റ്റ് ഡേ ഒക്കെ നമ്മൾ സ്കൂളിൽ തുറക്കണ ദിവസമൊക്കെ നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കാണെങ്കിലും നമ്മളും ഇങ്ങനെ ആ ഒരു കാലത്തിലേക്ക് ഇങ്ങനെ പോവില്ലേ? നമ്മൾ ഫസ്റ്റ് സ്കൂളിലേക്ക് പോയതും നമ്മളതിനെ നമ്മുടെ അമ്മയും അച്ഛനൊക്കെ കൊണ്ടയാക്കിയതും പുതിയ ബുക്കും ഇങ്ങനെ വാങ്ങിയിട്ട് ആ ഒരു ബുക്കിന്റെ മണം
അതൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പുതിയ ബുക്കൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിങ്ങനെ മണത്ത് നോക്കില്ലേ. അപ്പൊ അതിന്റെ ഒരു മണം നമ്മൾ ഏതൊക്കെ നൊസ്റ്റാൾജിക് മൂഡിലേക്ക് കൊണ്ടുപോയില്ലേ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ നല്ല ആ ഒരു മണം, പുതിയൊരു ബുക്കിന്റെ മണം അതൊക്കെ. പിന്നെ അതേപോലെ മഴയത്ത് കൊട പിടിച്ചിട്ട് നമ്മൾ പോവുക. അന്നൊന്നും ചിലപ്പോ വണ്ടി ഉണ്ടാവും, വണ്ടിയിൽ കയറ്റി വിടുമ്പോഴും അങ്ങനെ ആ ഒരു ഓർമ്മ നമ്മളെയും കുട്ടികളെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുപ്പം കുട്ടിക്കാലത്തേക്ക് പോവും നമ്മൾ ഈ സ്കൂൾ തുറക്കണ ദിവസമൊക്കെ. ഇപ്പോഴാണ് പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് സ്കൂളിലുള്ളവര്. ഈ പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോ ന്യൂസിൽ കണ്ടു, വലിയ ഒരു ആനയുടെ ഒറിജിനൽ ആനയാണെന്ന് തോന്നും. നിങ്ങൾ ആരൊക്കെ കണ്ടെന്ന് അറിയില്ല. ഇന്ന് ന്യൂസ് ചാനലിൽ കണ്ടു, വലിയ ആനയാണ്. നമുക്ക് ഒറിജിനൽ ആനയാണോ എന്ന് തോന്നും. ചെവിയൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയതാണ്. അപ്പൊ 1ാം ക്ലാസ്സിലൊന്നും പുതിയതായിട്ട് ചേരണ കുട്ടികളൊന്നും കരയണില്ല എന്നാ പറയണത്. കാരണം ഈ ആനേനെ കണ്ടിട്ട് അവര് ഇംപ്രസ് ആയിട്ട് കുട്ടികൾ കരയണില്ലാന്ന്. കാരണം കരച്ചിൽ മാറിയിട്ട് അവര് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് ടെക്നോളജി വന്നിട്ടുണ്ട് ഇപ്പോ. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ 2 വരി കവിത പാടാം. അതും കൂടി പാടിയിട്ട് നിർത്താം. അല്ലി മലരിനെ മെല്ലെ മെല്ലെ ഉല്ലസിപ്പിക്കും ഉഷസ്സു പോലെ മൂത്തവളെന്നിളം പൈതലിനെ ആർത്ത് കൊതുകമണിഞ്ഞൊരുക്കി ഊറ്റവും ഉൾക്കട ഹർഷവും കൊണ്ടുജ്വലിക്കുന്ന മുഖം മിനുക്കി എൻ മുന്നിൽ നിർത്തിനാൽ പാഠശാല തന്നിൽ നടാടെ ഗമിപ്പവനെ നന്ദിതാവർത്തന ചാരുതയ എന്നിലാ സൗഖ്യം വളർത്തിടുന്നു നന്ദിതാവർത്തന ചാരുതയാൽ എന്നിലാ സൗഖ്യം വളർത്തിടുന്നു 50 കൊല്ലം കഴിഞ്ഞു പോയ സംഭവത്തിനിതേ ഭേദമുള്ളൂ പെങ്ങൾക്കൊരള്ളിൻ പൂവൊത്ത മൂക്കിൽ പൊന്നിൻ പൊഞ്ഞാണമുണ്ടായി ആങ്ങള തന്മുഖം പൗഡർ പൂശി മിന്നിത്തിളങ്ങിയിരുന്നുമില്ല 2 മിഴികളിൽ അമ്പരപ്പും 2 മിഴികളിൽ സ്നേഹവായ്പും ഏന്തി തുളുമ്പും തുളുമ്പലുകൾ ഏറെയുമില്ല കുറവുമില്ല പുത്തനുടുപ്പും പുതിയ ബുക്കും പുത്തനാം സ്ലേറ്റുമായിപ്പോനെ കൈ പിടിച്ചിന്നു നീ കൊണ്ടുപോരും ശോഭന വിദ്യാവിലാസിനിയെ. താങ്ക് യു മാഡം. ഇനി ഉണ്ട് ഇത് കുറെ, പക്ഷേ ടൈം ഇല്ല, അതുകൊണ്ട് പാടാത്തതാ. പാടിയല്ലോ. ഞാൻ വിചാരിച്ചോളാം പുള്ളിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാന്നുള്ള. ഞാനിങ്ങനെ ഒരു 10 മിനിറ്റ് മുന്നെയാണ് ഇത് നോക്കിയത്. അപ്പൊ ഇനിയിപ്പോ സ്കൂൾ തുറക്കണ ദിവസമൊക്കെ അല്ലേ, അപ്പൊ ഇന്ന് ജസ്റ്റ് പാടാന്ന് വിചാരിച്ചു, അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. താങ്ക് യു. വികാരപരമായി കറുപ്പൊരു മോശം നിറമാണ്. എന്നാൽ ഓരോ ബ്ലാക്ക് ബോർഡുകളുമാണ് വിദ്യാർത്ഥികളുടെ ജീവിതം ശോഭനമാക്കുന്നത്. APJ അബ്ദുൽ കലാം. പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ? ലെക്ചർ സോങ്ങോ എന്തെങ്കിലും? എങ്ങനെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? മഴയാണോ? കുറവുണ്ട്. കുറവുണ്ടല്ലേ? മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ? പോയി. മടി ഉണ്ടായിരുന്നോ പോവാനായിട്ട്? അങ്ങനെ മടി ഉണ്ടാവില്ലത്തെ. നെക്സ്റ്റ് ഡേ തൊട്ടായിരിക്കും നിങ്ങൾക്ക് മടി തുടങ്ങും. മടിയൊന്നുമില്ല. മടിയൊന്നുമില്ല, നല്ല സന്തോഷായിരുന്നു.
ആ ഇന്നലെ തുടങ്ങി ഉറങ്ങിയിട്ടില്ല, അന്ന് പോണതിന്റെ സന്തോഷത്തില്. ഓക്കെ ഓക്കെ. നല്ല പുതിയ ബാഗ്. ഇപ്പത്തെ കുട്ടികൾക്കൊന്നും മടിയില്ല തോന്നുന്നു. എന്താണ്? ഇപ്പത്തെ കുട്ടികൾക്കൊന്നും മടിയില്ല എന്നാ തോന്നുന്നത്. കുറച്ചേക്ക് മടിയായി തുടങ്ങി. പഠിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിൽ അത്ര കുഴപ്പമുണ്ടാവില്ല പോകാനായിട്ട്. മോൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടില്ല, 4-ാം തീയതി ഓപ്പൺ ആണ്. തുറക്കുന്നത് 4-ാം തീയതി. ഈ ഒരു ഹോംവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചെയ്യാത്തവര് ചെയ്തായിരുന്നോ ആക്ടിവിറ്റി? ഓക്കെ, നിർത്തിയില്ലേ? നിർത്തിയുണ്ടല്ലോ, ചോദിച്ചതാണേ. ഓരോരുത്തരായിട്ട് വാങ്ങിച്ചു തുടങ്ങിക്കോളൂ ആക്ടിവിറ്റി. നിഖില് വായിച്ചോ? ഫസ്റ്റ് വായിച്ചു. സ്റ്റാർട്ട് ചെയ്തോളൂ ആരെങ്കിലും. ഞാൻ വായിക്കാം. നിഖില് വായിച്ചോ. നെക്സ്റ്റ് ചോദിച്ചോളൂ. ആരാണ്? നിഖിൽ. ഞാൻ വായിക്കാം. ബോൾ ഗെയിംസ്, അതായത് ത്രോയിങ്, ക്യാച്ചിങ്, കിക്കിങ് തുടങ്ങിയ അങ്ങനെയുള്ള ബോൾ ഗെയിംസ് കൊടുക്കാം. പിന്നെ ബാലൻസിങ് ആക്ടിവിറ്റീസ്, അതായത് ലൈനും ബീംസും ഒക്കെ ഇതാക്കിയിട്ട് അങ്ങനത്തെ ഒരു ഗെയിം ഇല്ലേ, അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെ അവർക്ക് കോൺസെൻട്രേഷനും ഒരു കോർഡിനേഷനും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്രോയിങ് ആൻഡ് കളറിങ്, പിന്നെ അതുപോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യാനും കൊടുക്കാം. അവർക്ക് കോർഡിനേഷൻ, ഐ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ ഫിംഗർ ഗെയിംസ്, ഫിംഗർ പപ്പറ്റ്സ് ഉപയോഗിച്ചിട്ട് ഉള്ള ഗെയിമുകൾ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഡാൻസിങ് ആൻഡ് മൂവ്മെന്റ് ഗെയിംസും, പിന്നെ റണ്ണിങ്, ജമ്പിങ്, അങ്ങനെ അതുപോലത്തെ സ്കിപ്പിംഗ് ഗെയിംസുകളൊക്കെ, പിന്നെ പസിൽസ്, പിന്നെ ഷേപ്പ് സോർട്ടിങ്, ഓരോ ഷേപ്പുകൾ സോർട്ട് ചെയ്യാൻ കൊടുക്കുക. അതൊക്കെ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ സെൻസറി പ്ലേ, അതായത് സാൻഡ് ഒക്കെ, ഇപ്പൊ അങ്ങനത്തെ സാൻഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനത്തെ സാൻഡ് ഒക്കെ ഉപയോഗിച്ചുള്ള വർക്കുകൾ, പിന്നെ വാട്ടർ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഉള്ള ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് മൂവ്മെന്റ് ആക്ടിവിറ്റീസ്, ഡാൻസിങ്, പ്ലേയിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നത്. പിന്നെ സ്റ്റോറി ടെല്ലിങ്ങും ആൻഡ് റോൾ പ്ലേയിങ്, പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അത് സ്ലൈഡ്സും ഒക്കെ. These activities help children develop their motor skill, hand-eye coordination, balance, and overall physical fitness. Thank you. Next, Shruti. To develop a children's physical development and motor development, provided toys has making a building blocks അങ്ങനത്തെ കൊടുത്തിട്ട് അവർക്ക് കുറച്ച് ഇതാവും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ട് ടോയ്സിൽ. അങ്ങനത്തെ ടോയ്സ് കൊടുക്കുമ്പോൾ അത് അവർ ഓരോന്നായിട്ട് ഏതാണ് നെക്സ്റ്റ് ജോയിൻസ് ഒന്ന് നോക്കിയിട്ട് അത് ജോയിൻ ചെയ്ത് കളിക്കും. ട്രാക്ക് ഉണ്ടാക്കി കളിക്കാൻ അങ്ങനത്തെ കൊടുക്കാം. പിന്നെ എല്ലാവരും പറഞ്ഞ ഡ്രോയിങ്, പെയിന്റിങ്സ് അത് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ റണ്ണിങ്, ജമ്പിങ്, സൈക്കിൾ ഓട്ടിക്കാൻ പറ്റണമെങ്കിൽ അങ്ങനത്തെ സൈക്ലിംഗ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവരുടെ കാലുകളിലൊക്കെ കുറച്ച് ബലം വെക്കും. പെട്ടെന്ന് അവർ വന്നിട്ട് കാല് കുറെ യൂസ് ചെയ്യുമ്പോഴാണ് അവരുടെ എല്ലാ ബോൺസും നല്ല ആക്റ്റീവ് ആയിട്ടാകും. മെയിനായിട്ട് സൈക്ലിംഗ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഇത് കിട്ടും. പിന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിലും അവർക്ക് ന്യൂട്രീഷൻ ആയിട്ട് ഫുഡ് ആദ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്തൊക്കെയാണോ അവർക്ക് കൊടുത്ത് ന്യൂട്രീഷൻസ് വേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടിട്ട് give them a well balanced diet with nutritious food. അത് വേണം. പിന്നെ സ്കൂൾ ഈവൻസിലൊക്കെ അവരിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. ബാക്കിലോട്ടേക്ക് അല്ലാണ്ട് നമ്മൾ ഏതിലാണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് നമ്മൾ തോൽക്കണോ ജയിക്കണോ അത് രണ്ടാമത്തെ, പക്ഷെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യണം. കുറെ കുട്ടികൾ പേടിച്ചിട്ട് ഇതാവില്ല. അപ്പൊ അങ്ങനെ അല്ലാണ്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും പുറത്താണെങ്കിലും വീട്ടിന്റെ അടുത്ത് എന്തെങ്കിലും ഇതിലൊക്കെ ആണെങ്കിലും അതിന് എല്ലാവരുടെയും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് അവർക്ക് നല്ലോണം ആക്ടിവിറ്റീസിൽ സ്വയം എല്ലാവരും ഇൻവോൾവ്മെന്റ് ആവാനുള്ള ഒരു കോൺസെപ്റ്റ് ഇത് വരും. ടീച്ചേഴ്സായിട്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാണ് അവർ വീട്ടിലോട് അത് പറയുള്ളൂ. അത് പിന്നെ ആർട്ട് ആൻഡ് പെയിന്റിങ്, പ്ലേയിങ് ഡോഗ്സ്,
സോൾവിങ് പസിൽസ്. ഇവർക്ക് പസിൽസ് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ പറയാ. ഈ ഒരു ജോയിന്റിൽ വേറെ ഒരു പിക്ചർ ഇങ്ങനെ നമ്മൾ വരച്ചിട്ടൊക്കെ കാണിക്കില്ലേ മാം, റൂട്ടൊക്കെ കാണിച്ചു കൊടുക്കില്ലേ? ആ, അതൊക്കെ നമ്മൾ ചെറിയ ബുക്സിലൊക്കെ വരും, ഈ ന്യൂസ് പേപ്പറിൽ. അതൊക്കെ പഠിപ്പിക്കുക. പിന്നെ ഔട്ട്ഡോർ ഗെയിംസ്, യോഗ, അത് അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് കൂട്ടും. മെഡിറ്റേഷൻസ്, യോഗാസ് ഒക്കെ ഇതാകും. പിന്നെ സ്പോഞ്ച് കൊണ്ട് ടോയ്സ് ഉണ്ടാക്കുക. സ്പോഞ്ച് കൊണ്ട് നമ്മൾ ടെഡിയൊക്കെ ഉണ്ടാക്കില്ലേ, ഈ റബ്ബർ ബാൻഡ് ഒക്കെ 2 കോർണറിൽ ഇട്ടിട്ട് അങ്ങനത്തെ. ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ. നമ്മള് കുട്ടികൾക്ക് അവരത് വേസ്റ്റ് ചെയ്യും. ആദ്യം നമ്മൾ വീട്ടിലൊക്കെ കൊടുത്താൽ അത് വേസ്റ്റ് ചെയ്താലും പിന്നെ അതൊരു കുറച്ച് എല്ലാവരും ഇങ്ങനെ പഠിക്കും. ഇതൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സ്വിമ്മിങ്. ഇപ്പോ സ്പോഞ്ച് കൊണ്ട് ചെയ്യുന്നുണ്ടോ കുട്ടികള്? സ്പോഞ്ച് എന്റെ മോന് സ്പോഞ്ച് കൊടുക്കുമ്പോ ഞാൻ കാണിച്ചു കൊടുത്ത അവൻ ഇനി 2 കോർണറിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അവരുണ്ടാക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പൊ അവൻ എന്റെ കൂടെ ഇരുന്ന് നോക്കിയിട്ട് അവനൊന്ന് ട്രൈ ചെയ്യും. അതൊക്കെ ഊരി എടുത്തിട്ട് പിന്നെ ട്രൈ ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ട്. സ്വിമ്മിങ് പിന്നെ നമ്മൾ സ്കൂൾസിൽ നോർമലായി പ്രൊവൈഡ് ചെയ്യും. പിന്നെ സ്വയം ഡ്രസ് ഇടാൻ പഠിപ്പിക്കണം. സ്കൂൾസിലേക്ക് പോകുമ്പോൾ ഷൂസ് ഇടുക, അവരുടെ ചെറിയ കാര്യങ്ങൾ. പിന്നെ വീട്ടില് അമ്മമാർക്ക് ചെറിയ ചെറിയ ഹെൽപ്പ്, അതൊക്കെ വന്നിട്ട് അവരുടെ ഒരു മെന്റലി ഉള്ള എല്ലാം ഇതാക്കും. ഫ്യൂച്ചറിലേക്ക് കുറച്ച് ഇതായിരിക്കും. എഴുതിയത് പ്രോപ്പർ പോയിന്റ്സ് ആയിരുന്നു, പക്ഷെ എല്ലാരും പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് കുറച്ചിനെ പിക്ക് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ. അതുപോലെ യോഗ ചെയ്യുന്നവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? കാര്യം പറഞ്ഞപ്പോഴേ യോഗ ചെയ്യുന്നവരുണ്ടോ? എന്താ ബെനിഫിറ്റ്? യോഗ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? കോൺസെൻട്രേഷൻ കൂടുന്നു. പിന്നെ നല്ലോണം നമുക്ക് അതിലുള്ള കുറെ യോഗാസ് ഉണ്ട്, അത് നമുക്ക് ഓരോന്നും ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ നല്ലോണം കൂടും. പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ശരീരത്തെ എല്ലാ പാർട്സും വർക്കാവാൻ തുടങ്ങും. സ്കൂളിൽ പഠിക്കുമ്പോ ചെയ്തതാണ്. കായകൽപ്പ വരെ പഠിപ്പിച്ചു തന്നു എനിക്ക്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ അത് അങ്ങനെ വിട്ടു. ശ്രുതി എവിടെ വർക്ക് ചെയ്തത്? തായ്ലൻഡോ? ഇല്ല മാം, വർക്ക് ചെയ്തല്ല, പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്കൂളില്. അവിടെ യോഗ ഉണ്ട് എല്ലാ വീക്ക്ലി വൺസ്. ഫീസ് അല്ല, വെറുതെ പഠിപ്പിച്ചു തരും. അപ്പോ നമുക്ക് യോഗ കൊണ്ടുള്ള ബെനിഫിറ്റ് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. യോഗയൊക്കെ നമ്മുടെ ഡിപ്രഷൻ കുറയും, ഹാപ്പിനെസ് കിട്ടും, സ്ട്രെസ് കുറയും, അതുപോലെ തന്നെ രോഗങ്ങൾ കുറയും, രോഗങ്ങൾ ഉണ്ടാവില്ല. യോഗ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ മാം, താങ്ക് യു. ഇത്രയും പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. നല്ല പോയിന്റ്സ് ആയി. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് ഞാൻ പെട്ടെന്ന് ക്യാച്ച് ആവുന്നത്. പറയാം. ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ഔട്ട്ഡോർ പ്ലേ, റണ്ണിങ്, ജമ്പിങ് അതുപോലത്തെയൊക്കെ. പിന്നെ സ്പോർട്സ്, ബാൾ ടോസ് ആൻഡ് ക്യാച്ച്, ബാലൻസിങ് ബീംസ് ഓർ ലൈൻസ്, ഹൂള ഹൂപ്പിംഗ്, പിന്നെ റൈഡിങ് സൈക്കിള്, സ്കിപ്പിംഗ് റോപ്പ്, സ്വിമ്മിങ് ഓർ വാട്ടർ പ്ലേ. പിന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഫിംഗർ പെയിന്റിങ്, പ്ലേ ഡോ മാനിപ്പുലേഷൻ, പസിൽസ്, ഡ്രോയിങ് ആൻഡ് കളറിങ്, building with the blocks, using scissors to cut paper, stringing beads or threading, coordination and balance, walking on a balance beam, standing on one foot, heel to toe walking, catching and throwing different objects, sensory play, sand play, water play, sensory beans, rice beans and അതുപോലത്തെയൊക്കെ. പിന്നെ അത്ര പോയിന്റ് എഴുതിയിട്ടുള്ളൂ. മുസീനല്ലേ സ്റ്റേജിലുണ്ടായിരുന്നത്? അതെ മാം. നെക്സ്റ്റ് സാധ്യത. സാധ്യത അമ്പിളി വായിച്ചോളൂ കേട്ടോ. ഞാൻ എഴുതിയത് വായിക്കാം. ഫസ്റ്റ്, I will engage them in different games for developing physical motor development. Make them able to do activities like drawing, coloring, tearing, cutting, etc.
Give work to them for learning skills by assembling and constructing. Make them able to do action song, dance, singing, and other extra curricular activities. Give them small prizes for their good performance to make them feel appreciated. അതുവരെ മെന്റലി അവരൊന്ന് ഇതാൻ വേണ്ടിയിട്ട്. ടീച്ച് ദം സ്മാൾ എക്സസൈസ്. ഇത്രയാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ. പക്ഷെ എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്തൊക്കെ വിചാരിക്കണെന്ന് വെച്ചാല് നമുക്ക് അറിയണ കാര്യങ്ങൾ അവരുടെ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണം പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഓരോരോ ഗെയിംസിൽ പങ്കെടുപ്പിക്കുകയാണെങ്കിലും പിന്നെ അവരെ ഓരോരോ മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കണം. അവരുടെ വയസ്സിനനുസരിച്ചിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് തന്നെ അറിയെങ്കിൽ വേറെ ആൾക്ക് ടീച്ചറെ ഒന്നും വെക്കാതെ നമുക്കിപ്പോ ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തലത്തിലാണെങ്കിലും അവരെ പങ്കെടുപ്പിക്കാൻ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. എനിക്കിപ്പോ പാട്ടറിയാം. അപ്പൊ ചെറിയ ചെറിയ പാട്ട് മുതൽ നമുക്കത് പെട്ടെന്ന് എനിക്ക് ഒരു പാട്ടൊക്കെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ നോക്കിയാൽ മതി, അപ്പോഴേക്കും മനസ്സിലാവും. അപ്പൊ അത് ഞാൻ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെനിക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ഇതാക്കി എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ അവരുടെയൊക്കെ എന്താണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് പ്രോത്സാഹനം കൊടുക്കാൻ ഉള്ള ഒരു ഇത് ഞാൻ കാണിക്കും. ഇപ്പൊ ചിത്രം വരയ്ക്കണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള എന്തെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് അതിനുള്ള പെയിന്റിങ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിനുള്ള വല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ നോക്കുക. അങ്ങനെ അത് മറ്റു ടീച്ചേഴ്സിന്റെയും കൂടി ഹെൽപ്പോട് കൂടിയിട്ട് അങ്ങനെ അവർക്ക് വെറും നമ്മൾ ഈ ഇതിലുള്ള പുസ്തകത്തിലുള്ളത് മാത്രമല്ലാണ്ട് അവർക്ക് എന്തൊക്കെ എക്സ്ട്രാ അവർക്ക് എന്തൊക്കെ ഇതാ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിലൊക്കെ അവരെ ഒന്നും കൂടി ഇമ്പ്രൂവ് ആയിട്ട് കൊണ്ടുവരണം എന്ന് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ചെറിയ ചെറിയ കുട്ടികളാണെങ്കിലും. അപ്പൊ അത് നമ്മൾ വെറും പഠിത്തത്തിൽ മാത്രമല്ലാണ്ട് ചില കുട്ടികൾക്ക് സ്പോർട്സിലാവും. അപ്പൊ അതിനെല്ലായിട്ടും നമ്മൾ ഒപ്പം നിന്നിട്ട് സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് അങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് വരണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അത് നമുക്ക് അറിയണ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പാട്ടിൽ കൂടുതൽ ഇതായി കൊടുക്കുക. ആക്ഷൻ സോങ് അങ്ങനത്തെ ഇതിലൊക്കെ കൂടുതൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങളുണ്ട്. കുറച്ച് എഴുതിയെന്ന് മാത്രം. താങ്ക് യു വെരി മച്ച്. ചിലപ്പോ മിസ് സജിത ഞാൻ ഷോപ്പിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അപ്പൊ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് പോയത്. പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല, നല്ല മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കുട്ടികൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാനും ആ കഥ അവരെ കൊണ്ട് തന്നെ ആക്ട് ചെയ്യിക്കുന്ന വിധത്തില് നമുക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ അതുപോലെ പിന്നെ ബുക്ക് പിക്ചറൊക്കെയുള്ള ബുക്കുകൾ ഉണ്ടല്ലോ, അതായത് ഡോട്ടുകൾ ഇട്ടിട്ടുള്ള അതൊക്കെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. അവരത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ പല ഗെയിംസുകൾ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാം. ആക്ഷൻ സോങ്ങുകൾ ചെയ്യിപ്പിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇത്രയും അങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ ഷോപ്പിലാണ്, അതുകൊണ്ടാണ്. ശരി ശരി. നമുക്ക് കിട്ടുന്ന കുട്ടികളുടെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്തിനാണോ ഇൻട്രസ്റ്റ് ഉള്ളത് നോക്കാം. എന്നിട്ട് ചെയ്യാൻ പാട്ട് പാടാനുണ്ടാവും ചിലർക്ക്, അതുപോലെ ഡ്രോയിങ് ചെയ്യാനായിട്ട്, ക്രാഫ്റ്റ് മേക്കിംഗ്, ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ നോക്കിയിട്ട് അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിൽ ഡെവലപ്പ് ആകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മൃദുല. മാം ഞാൻ പറയാം. ആസ് എ ടീച്ചറായിട്ട് എൻ്റെ ക്ലാസ്സിന്റെ അറ്റ്മോസ്ഫിയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എന്ത് വേണേലും ചെയ്യും, അത് വേറെ കാര്യമാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒത്തിരി റൈംസ് സ്റ്റോറീസ് ഒക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഞാൻ അവരുടെ കോൺസെൻട്രേഷൻ മിസ്സാക്കുന്ന പോലത്തെ ഡ്രസ്സുകൾ, ഇയറിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിയർ ചെയ്യാൻ പോകുന്നില്ല. അത് അവരുടെ കോൺസെൻട്രേഷൻ മിസ്സാകുമെന്ന് എനിക്കറിയാം. പിന്നെ അതായത് കൂടുതൽ വാട്ടർ ആക്ടിവിറ്റീസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഏരിയ ഞാൻ അവർക്ക് വേണ്ടി വെക്കും. അവിടെ നിന്ന് അവർ പോറിങ് അൺപോറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പഠിക്കും. അപ്പൊ അതിലൂടെ അവർക്ക് അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി കഴിയുമല്ലോ. പിന്നെ ഞാൻ അവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്രിസിയേഷൻ ചാർട്ട് പോലെയോ എന്തെങ്കിലും ഒരു പൗച്ച് പോലെയോ സെറ്റ് ആക്കിയിട്ട് ഓരോ ദിവസത്തെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിനെ നോക്കി കണ്ടുപിടിച്ച് അവരെ അപ്രിഷിയേറ്റ് ചെയ്യും. അതെന്റെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ചൂസിങ് ആയിരിക്കും. ഇന്നത്തെ കുട്ടിയായിരിക്കില്ല നാളെ ഉണ്ടാവുന്നത്. പിന്നെ ക്ലേ ആൻഡ് സോയിൽ വെച്ചിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്യണം. അവിടെ വെച്ച് കുട്ടികൾക്ക് ഈ ക്ലേയിലൊക്കെ
അവർ കളിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അതിന്റെ ടെക്സ്ചർ, അതിന്റെ കളറ്, അങ്ങനെയുള്ള അതിന്റെ ഓർഡർ, ഇങ്ങനെ മണ്ണിനോട് ചേർന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണല്ലോ. അപ്പോൾ അവരുടെ കോർഡിനേഷൻ, മസിൽസിന്റെ വർക്ക് അതൊക്കെ കൂട്ടും. പിന്നെ സോർട്ടിംഗ് ഗെയിംസ് കൂടുതൽ കൊടുക്കും. വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ കുട്ടികൾ ഈ ഡാൽസ്, കടല അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോർട്ട് ചെയ്യുമ്പം അതിലൂടെ അവരുടെ ആ ഒരു 3 ഫിംഗർ കോർഡിനേഷൻ നല്ലപോലെ വർക്ക് ആവുന്നുണ്ടല്ലോ. അതുവരെ അവർക്ക് റൈറ്റിംഗ് ഒക്കെ കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഗെയിംസുകൾ കൂടുതൽ. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഓരോ കുട്ടിക്കും ബർത്ത്ഡേ വരുന്നത് എഴുതി വെച്ച് നോട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് സെലിബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ളതേ, നോർമലി ചെയ്യുന്നതല്ലാതെ എക്സ്ട്രാ ആയിട്ടുള്ള എൻ്റെ ഒരു ഐഡിയാസ്. വെറൈറ്റി പോയിന്റ്സ് ആയിരുന്നു അല്ലേ? നന്നായത്. ഞാനാ ആരെങ്കിലും ഉണ്ടോ അറിയാത്തത്? അഞ്ചു. അവർക്ക് പല ആക്ടിവിറ്റികളും നൽകും. അതും അവർക്ക് താല്പര്യമുള്ള ഇതില്, അല്ലാതെ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും കൊടുക്കില്ല. അതേപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ പറയും. എന്നിട്ട് കളർ പെൻസിൽ തരില്ല. എന്നിട്ട് സ്കൂളിന്റെ കോമ്പൗണ്ടിലുള്ള സാധനങ്ങൾ കൊണ്ട്, അതായത് ഇല, കരി, മണ്ണ് അങ്ങനെ കൊണ്ടൊക്കെ കളർ ചെയ്യുക. അത് നല്ല രസമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ വെറും ക്ലാസ് റൂമിൽ ഇരിക്കാതെ നമ്മൾ ആദ്യം കണ്ടിരുന്നല്ലോ, പിന്നെ ഒരു മരത്തിന്റെ മരമൊന്നും ഇപ്പൊ ഉണ്ടാവില്ല സ്കൂൾ കോമ്പൗണ്ടൊന്നും, അങ്ങനെ പുറത്ത് പോയി ഇരുന്ന് പഠിപ്പിക്കുക. അത് വേറൊരു അനുഭവമായിരിക്കും കുട്ടികൾക്ക്. പിന്നെ ഇങ്ങനെ പല ഗെയിംസ് കൊടുക്കുക, പസിൽസ് കൊടുക്കുക. അതേപോലെ തന്നെ സ്ക്രീനിന്റെ ടൈം കുറയ്ക്കുക. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പാരന്റ്സിനോട്. നമ്മൾ പിന്നെ ക്ലാസ്സിൽ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ പാരന്റ്സിനോടും പറയണം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുക്കാന്. അല്ലാതെ വെറും സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കാൻ പറയരുത്. അങ്ങനെ ഓരോന്ന്. വെറൈറ്റി പോയിന്റ്സ് ആണല്ലോ എല്ലാവരും പറയുന്നത്. നെക്സ്റ്റ് ആരാ? ഇന്ദു. ഇന്ദു സുധീഷ്. ഹലോ മാം, ഞാൻ വർക്കിലാണ്, സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഓൺലൈൻ ക്ലാസ്. സാരമില്ല, കുഴപ്പമില്ലല്ലോ. സ്റ്റാരാ? പേരുള്ള നമ്മുടെ ഞാൻജി ഫാത്തിമ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പറഞ്ഞല്ലേ? എല്ലാവരും പറഞ്ഞത് വെറൈറ്റി പോയിന്റ്സ് ആയിരുന്നു അല്ലേ? രസത്തായിരുന്നു എല്ലാവരും പോയിന്റ്സ് കേൾക്കാൻ. നന്നായിരുന്നു കേട്ടോ. ആക്ടിവിറ്റി ആയിട്ട് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. മാം, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതായത് വെറുതെ റൈറ്റപ്പ് ചെയ്ത് ഒരു ഗുഡൊക്കെ കൊടുക്കുന്നതിന് പകരം ഞാൻ കുറച്ചൊക്കെ ഡ്രോ ചെയ്യും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും വരയ്ക്കുക. അപ്പോൾ അത് അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും. അത് ഞാനൊന്ന് വരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ പറഞ്ഞ കാര്യം നല്ല ബെറ്ററായിട്ട് എഴുതാൻ നോക്കും. അതുപോലെ വളരെ നന്നായിട്ട് ഞാൻ ബോർഡിൽ ഇങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അതേ പാത്തുകളായിരുന്നു. അതുപോലെ ഞാൻ കണ്ണെഴുതി വരുന്നവർ ശ്രദ്ധിക്കും. അന്ന് പിറ്റേ ദിവസം അവരെല്ലാ പെൺകുട്ടികളും കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരികളായിട്ട് വരും. നമ്മൾ എങ്ങനെയാണോ നമ്മളെയാണ് അവർ റോൾ മോഡലായിട്ട്, അത്രയും കൂടുതൽ ടൈം നമ്മുടെ അടുത്താണ്. അപ്പൊ അത്രയും നമ്മൾ വാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മാറ്റം നമ്മളിൽ ഉണ്ട് വെച്ചാൽ അത് അവർ കണ്ടുപിടിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ PT ടൈം എന്ന് പറയുന്നത് എനിക്ക് ആകെ 12 പേരായിരുന്നു ലാസ്റ്റ് ഞാൻ ജോലി കഴിഞ്ഞിറങ്ങുന്ന ടൈമിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അവരിപ്പോഴും എന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം. 2 ഇയർ ബാക്ക് അവരിപ്പോഴും എന്നെ വിളിക്കും. അപ്പോൾ PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് അവർ കളിച്ചോട്ടെ, നമ്മളൊരു ഭാഗത്ത് നിന്ന് അവരെ ശ്രദ്ധിക്കുക എന്നുള്ളതല്ല. ഞാൻ അവരുടെ കൂടെ പക്ക കളിക്കാൻ പോകും ഷട്ടില്. അത് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് എപ്പോഴും ശ്വാസം മുട്ടാണ്, ഭയങ്കര തടിയാണ്.
ആ കുട്ടിയുടെ ഏജിൽ തന്നെ ആ കുട്ടി പൊണ്ണത്തടിയിലാണുള്ളത്. കാരണം അവന്റെ പാന്റ് എപ്പോഴും മൂട് കീറുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു എപ്പോഴും ഉണ്ടാവുക. കാരണം അവനെ ഓടിച്ചാടി നടക്കുക ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ കൂനി പിടിച്ചിരിക്കുന്ന ആ കുട്ടി ഇപ്പൊ ഏറ്റവും വികൃതിയാന്ന് പറയും പുറത്തിറങ്ങിയിട്ട്. പുറത്തെ പൊടി തട്ടിയാൽ കഫക്കെട്ട് വരും, ജലദോഷം വരും, എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന ഒരു പാരന്റ് ആയിരുന്നു. പക്ഷെ ആ കുട്ടി ചോറ് കഴിക്കില്ല, ഈ പലഹാരങ്ങൾ മാത്രമേ അതിന് ഇഷ്ടമുള്ളൂ. അതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ എൻകറേജ് ചെയ്യുന്നതിനനുസരിച്ച് ആ കുഞ്ഞു മക്കളെ പഠിപ്പിക്കാനാണ് എപ്പോഴും സുഖം. ഇത്തിരി മുതിർന്നവരുടെയും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു എല്ലാ ദിവസവും ഓരോ കുഞ്ഞു പേപ്പറായിട്ടാണ് വരാം നമുക്കുള്ള ലെറ്റേഴ്സ് അത് അങ്ങനെ. അപ്പം അത് വല്ലാത്തൊരു ഇതാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും അവരെ ഒരു ബിഹേവിയറിലാണെങ്കിലും, ഇപ്പോൾ കൈയക്ഷരം ഒട്ടും എഴുതാറിയാത്ത ആളുകൾ പോലും നമ്മളൊരു മുന്നോട്ട് എടുക്കുമ്പോൾ അവർ നമുക്ക് അതിനൊക്കെ ഇരട്ടിയിൽ നമുക്ക് തരുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ലാസ്റ്റത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ 4 മണിയാകുമ്പോൾ സ്കൂൾ വിടുന്ന ഒരു ടൈം എന്ന് പറയുന്നത്, ആ ഒരു ടൈമിൽ പഠിപ്പിക്കാനായിട്ട് കാര്യമായിട്ട് ഒന്നും പറ്റില്ല. പീരീഡ് ഒരു 20 മിനിറ്റോളം നമ്മൾ വെറുതെ പിള്ളേരെ നോക്കി ബാഗൊക്കെ കുട്ടികൾ അടക്കിയിരിക്കുന്ന പീരീഡ് ഞാൻ അക്ഷരം പഠിപ്പിക്കും. ഈ 4ലുള്ള മക്കളെ ആയിരിക്കും എന്ന് പഠിപ്പിക്കുക. വെറുതെ എഴുതി കൊടുക്കും. അതിന് ഞാനൊരു സ്റ്റാറൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടാവും. ഫസ്റ്റ് എഴുതുന്നവർ, കാണാതെ എഴുതുന്നവർ, അങ്ങനെ സെക്ഷൻ തിരിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഇപ്പോഴും പാരൻസ് എന്നെ വിളിച്ച് പറയാറുണ്ട്, അന്നാ ചെയ്തത് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ, ഇപ്പോൾ 7ലോ 8ലൊക്കെ എത്തിയപ്പോൾ ഒരുപാട് മാറ്റം കുട്ടികളിൽ വന്നു. അങ്ങനെ കുഞ്ഞു മക്കളിൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് അവരുടെ ഒരു സ്കില്ല് പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഒട്ടും പഠിക്കാത്ത ഒരാളാണെങ്കിൽ നീ പഠിച്ചില്ലേ എന്ന് ചോദിക്കരുത്, നീ മിടുക്കിയാണെന്ന് പറയാനുള്ള അങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ശരിയാണ്, ഒരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കാത്ത കുട്ടികളായാലും ഒരു ടീച്ചറിന്റെ മോട്ടിവേഷൻ കൊണ്ട് നല്ല രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്ന ആളുകളാണല്ലോ. സാധന പറഞ്ഞതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണല്ലോ ആ കുട്ടി അങ്ങനെ പറയുന്നത്. നന്നായിട്ട് ഓരോ കുട്ടികളെയും തഴച്ചിടാതെ അവരുടെ കഴിവുകേടിനെയൊക്കെ നമ്മള് കഴിവില്ലല്ലോ അല്ലെങ്കിൽ പഠിക്കില്ലല്ലോ എന്ന് പറയാതെ നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്ത് എൻകറേജ് കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം നമുക്ക്. നെക്സ്റ്റ് 4th യൂണിറ്റ് 4 ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കേട്ടിട്ടുണ്ടോ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് അറിയോ? എന്താണ് മീനിങ്? അറിയില്ല. ഓക്കെ, ാണോ? ലെവലല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഐക്യൂന്റെ ലെവല് അല്ല. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് പറയാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് വൈജ്ഞാനികമായ ഡെവലപ്മെന്റ് കേട്ടോ. വൈജ്ഞാനികമായ വികാസം. വൈജ്ഞാനികമായ വികാസം ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. Cognitive development refers to the process by which individuals develop their ability to think, reason, reason, and understand the world around them. ഒന്നുകൂടി വായിക്കാം. Cognitive development refers to the
process by which individuals develop their ability to think, reason, and understand the world around them. Okay. ഒരു കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടാ. ഫാദർ ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിയാൽ മതി. ഫാദർ ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഹൈഫൺ ഇല്ല, പേര് പറയാട്ടോ മിസ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? അല്ല, ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? പിയാഷെ കേട്ടിട്ടുണ്ടോ? ജീൻ പിയാഷെ കേട്ടിട്ടുണ്ട്. ഞാൻ പറയണം അത് കൺഫ്യൂഷൻ ആയി. പിയാഷെയും സിഗ്മണ്ട് ഫ്രോയിഡ് എപ്പോഴും കൺഫ്യൂഷൻ ആവും. കേട്ടോ, സ്പെല്ലിംഗ് പറയാം. JEN പിയാഷയുടെ സ്പെല്ലിംഗ് പറയാം കേട്ടോ. പിയാഗിറ്റൊക്കെ ആയിരിക്കും ആളുകൾ വായിക്കുന്നത്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ബിഎഡ് പഠിച്ചപ്പോ പിയാഗിറ്റൊക്കെ വായിച്ചിട്ടുണ്ട്. പിയാഷയുടെ സ്പെല്ലിംഗ് പറയാം. ജീൻ എഴുതിയോ? ജീൻ പിയാഷ. ജീൻ എഴുതിയില്ലേ? JEN. എനിക്കാണ് ക്ലിയർ അല്ല കേൾക്കുന്നത്. ഓക്കെ ഓക്കെ, ടൈപ്പ് ചെയ്യാം. കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെയാണ്. ഇനി കിട്ടാത്തവരോ അല്ലെങ്കിൽ കിട്ടാത്തവരൊക്കെ ഉണ്ടോ? സ്പെല്ലിങ് കമന്റ് കണ്ട് നോക്കിയില്ലേ? ഓക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് വ്യക്തികള് ചിന്തിക്കാനും, നമ്മുടെ കോഗ്നിറ്റീവ് ലെവലാണേ, ചിന്തിക്കാനും അതുപോലെ തന്നെ റീസൺ ചെയ്യാനായിട്ട്, എന്തുകൊണ്ടാണ് അല്ലെ, ന്യായവാദം ചെയ്യാനും മറ്റുള്ള ലോകത്തെ മനസ്സിലാക്കുന്നതിനുമുള്ള കഴിവ് വികസിപ്പിക്കുന്ന പ്രക്രിയയാണ് വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കിട്ടിയോ? പറഞ്ഞുതരാം കേട്ടോ. വ്യക്തികള് ചിന്തിക്കാനും അല്ലെ, നമ്മുടെ ചിന്ത, അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മ, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. മനസ്സിലായോ? ഇപ്പോ വ്യക്തികള് ചിന്തിക്കാനും റീസൺസ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനുമുള്ള കഴിവ് വികസിപ്പിക്കുന്നതിനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത്. ഓക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്തിനൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, റിലേറ്റ് ചെയ്യപ്പെടുന്നത് എന്തിനൊക്കെയാണ്? ബുദ്ധി, അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകള്, ക്രിയേറ്റിവിറ്റി, ഭാഷ, ഓക്കെ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതിൽ ഫാദർ എന്ന് പറയുന്നത് ജീൻ പിയാഷ. മനസ്സിലായോ? ഓക്കെ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. The capacity of the child to integrate her reflex action according to the stimulus. Stimulus എന്ന് പറഞ്ഞാല് ഉദ്ദീപനം. പറഞ്ഞുതരാം കേട്ടോ, ക്ലിയർ ആക്കി തരാം. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല് ഉദ്ദീപനം. is the beginning of cognitive development. The capacity of the child to integrate her reflex
action according to the stimulus is the beginning of the cognitive development. ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ബിഗിനിങ്, തുടക്കം എന്ന് പറയുന്നത് എന്താണ്? ഓരോ സ്റ്റിമുലസിനോടുള്ള അവരുടെ റിഫ്ലക്ഷൻ ആണ് അല്ലെങ്കിൽ റിയാക്ഷൻ ആണ് കേട്ടോ. ഇപ്പോ നമ്മള് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് തീയിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു കുട്ടി പെട്ടെന്ന് തീ കാണുമ്പോ ഒരു എന്താണ് എക്സൈറ്റ്മെന്റോട് കൂടി ചെല്ലും അല്ലെ, തൊടാനായിട്ട്. തൊട്ട് കഴിഞ്ഞിട്ട് സംഭവിക്കും, തീയിൽ തൊടുമ്പോ എന്താ സംഭവിക്കുക? പൊള്ളുമ്പോ എന്തായിരിക്കും? പൊള്ളിട്ട് കൈ വലിക്കും അല്ലെ, കൈ വലിക്കും. ആ കൈ വലിക്കുന്നത് അല്ലെ, അവന് ആരും പറഞ്ഞു കൊടുക്കില്ല അല്ലെ, കൈ വലിക്കണം അല്ലെങ്കിൽ പൊള്ളും എന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ തീയിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ വലിക്കുന്നു, ഒരു ആക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ അവന്റെ ബോഡിയില്. അതാണ് സ്റ്റിമുലസ്. ആ തീയില് കൈ തൊടുമ്പോ പൊള്ളുന്നു, പൊള്ളിയിട്ട് അവൻ കൈ വലിക്കുന്നു, ആക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ അവന്റെ ബോഡിയില്. അതിനെ അവിടെയുള്ള സ്റ്റിമുലസ് എന്താണ്? ഉദ്ദീപനം എന്ന് പറയുന്നത് എന്താണ്? ഫയർ ആണ്. മനസ്സിലായോ? ഫയർ, ആക്ഷൻ നടക്കുന്നുണ്ട്, പൊള്ളിയിട്ട് കൈ വലിക്കുന്നു അല്ലെ. അത് അവിടെ നടക്കുന്ന ആ ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കണ്ണിലോട്ട് ലൈറ്റ് അടിക്കും അല്ലെ, ഇല്ലേ? ടോർച്ചിന്റെ വെട്ടോ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ ടോർച്ച് അടിക്കുമ്പോ കണ്ണടയ്ക്കും. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ നമ്മൾ അടയ്ക്കുന്നത്? പെട്ടെന്ന് ഐക്കോണാണല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ആക്ഷൻ ആണല്ലേ സംഭവിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ ടോർച്ച് കണ്ണിലേക്ക് അടിക്കുമ്പോ, ടോർച്ചിന്റെ വെളിച്ചോക്കെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കണ്ണ് ചെയ്യും. അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആരെങ്കിലും പറഞ്ഞുതരോ ടോർച്ചിന്റെ വെട്ടടിക്കുമ്പോ കണ്ണിങ്ങനെ അടയ്ക്കണോ? ഇല്ല, പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അല്ലെ. അവിടെ ഉള്ള സ്റ്റിമുലസ് എന്താന്ന് പറയാൻ പറ്റുമോ? കണക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടോ? സ്റ്റിമുലസ് എന്തായിരിക്കും? കണ്ണ് ചിമ്മലല്ലേ? കണ്ണ് ചിമ്മുന്നുണ്ട്, തീയിൽ തൊടുമ്പോ കൈ വലിക്കുന്നു. അവിടെയുള്ള സ്റ്റിമുലസ് എന്തായിരുന്നു? ഫയർ ആയിരുന്നു. ലൈറ്റ് ആണ് അവിടെ സ്റ്റിമുലസ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? എക്സാമ്പിൾ മനസ്സിലായോ? ക്ലിയർ അല്ലേ? എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം. എന്താണ് പറയുന്നത്? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? The capacity of a child to integrate the reflex action according to the stimulus is beginning of cognitive development. ഒരു കുട്ടിയുടെ വൈജ്ഞാനികമായ ഡെവലപ്മെന്റിന്റെ ബിഗിനിങ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലസിനോടുള്ള അവരുടെ റിഫ്ലക്ഷൻ ആണ്, അവരുടെ ബോഡിയിൽ സംഭവിക്കുന്ന റിഫ്ലക്ഷൻ ആണ് അല്ലെ. കയ്യില് എന്താണ്? തീയിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൈ വലിക്കുന്നു. അവിടെ എന്താണ്? ആ സ്റ്റിമുലസിനോടുള്ള റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. അതുപോലെ കണ്ണിൽ ടോർച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നുണ്ട് അല്ലെ. അതെന്താണ്? ആ സ്റ്റിമുലസിനോടുള്ള റിഫ്ലക്ഷൻ ആണ് അല്ലെ, നമ്മുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. കിട്ടിയോ? ഓക്കെ. ഇനി എന്താണ്? ഇറ്റ് represent the process of learning and adjusting the environment. ഈ പ്രോസസ്സ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മള് അത് പഠിക്കുന്നുണ്ട് അല്ലെ. ഈ കയ്യിൽ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളും, നമ്മള് ലേൺ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മള് എൻവിയോൺമെന്റിനോട് അഡ്ജസ്റ്റ് ആവാൻ പഠിക്കുന്നുണ്ട് അല്ലെ. ആണോ? അല്ലെ? നമ്മള് പഠിക്കുന്നു അല്ലെങ്കിൽ ടോർച്ചിൽ വെളിച്ചം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ കണ്ണിന് കേടാണ് അല്ലെങ്കിൽ കണ്ണിന് ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് നമ്മൾ പഠിക്കുകയും അതുപോലെ തന്നെ ആ എൻവിയോൺമെന്റിനോട് നമ്മൾ ഇടപഴകി അതിനോട് അഡ്ജസ്റ്റ് ആവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. Around 6 months of age, children achieve the capacity to focus their eyes on interesting object in their environment. ഇനി എന്താണ്? 6 മാസമൊക്കെ കഴിയുമ്പോൾ കുട്ടി എന്താണ്? ഓരോ ഒബ്ജക്റ്റിനോടും, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കളോടും
അവിടെ താനെ നോക്കി അതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. കുഞ്ഞുങ്ങള് 6 മാസമൊക്കെ കഴിയുമ്പോ 3 മാസമാകുമ്പോ അവനെന്താണ് ഒന്ന് കമന്ന് വീണ് തലയ്ക്കൊന്ന് നേരെ പിടിച്ച് പിന്നെ ഒന്ന് എന്താണ് ഒരു എല്ലാവരെയും ഒന്ന് ജനറലൈസ് ചെയ്ത് അറിയുകയും അത് കഴിഞ്ഞ ഒരു 6 മാസം 5-6 മാസമൊക്കെ ആകുമ്പോ എന്താണ് ഓരോ ഒബ്ജക്റ്റും എന്താണെന്ന് അല്ലെങ്കിൽ ഓരോ വസ്തുവിനെയും അവൻ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? ഓരോ ഒബ്ജക്റ്റിനെയും നോക്കി കാണാനായിട്ട് അവൻ പഠിക്കും അല്ലെ, ഇല്ലേ? ഓക്കെ. Even follow the movement of the object with their eyes. അവൻ നോക്കി കാണും, ഓരോ ഒബ്ജക്റ്റിനെ നന്നായിട്ട് നോക്കി അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നോക്കി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. When children hear the word elephant, the mental picture children get is of a giant animal with a long tongue and big ears. ഇനി നമ്മളിപ്പോ വലിയ അല്ലെങ്കിൽ ഒരു എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ രൂപമായിരിക്കാൻ വരുന്നത്? എന്തൊക്കെ വരും എന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയാ വരും? ഇപ്പൊ നമ്മളോട് തന്നെ ഇപ്പൊ ഒരു എലിഫന്റ് അല്ലെങ്കിൽ ആന എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയാ വരുന്നത്? എന്തൊക്കെയാ വരാ? അല്ലെ? ഒരാള് പറയോ? വലിയ ചെവി നമ്മള് കാണാറുണ്ട് അല്ലെ, മനസ്സിൽ കാണാറുണ്ട്. പിന്നെ നീണ്ട തുമ്പിക്കൈ. നീണ്ട തുമ്പിക്കൈ ആണെന്ന് കിട്ടും. പിന്നെ വലിയ കൊമ്പുകള്. വലിയ കൊമ്പ്. പിന്നെ ആളുടെ ശരീരം എങ്ങനെയാ? മൊത്തത്തിൽ ആനയുടെ വലുപ്പം. വലിപ്പം വലിയതല്ലേ, അല്ലെങ്കിൽ ഭീമാകാരമായ ഒരു ജീവിയാണ് അല്ലെ, ജൈന്റ് വലിയ അനിമൽ ആണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ, മനസ്സിലേക്ക് കടന്നു വരും. എലിഫന്റ് അല്ലെങ്കിൽ ആന എന്ന് മറ്റുള്ളവര് പറയുമ്പോ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെ, വലിയ അനിമലാണ്, അതുപോലെ തന്നെ വലിയ ചെവിയുണ്ട്, നീണ്ട തുമ്പിക്കൈ ഉണ്ട്, അതൊക്കെ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. They learn about all things they see around them. They continuously manipulate, experiment, try out, explore, discover and learn about the objects and the people surrounding them. എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു ആനയുടെ ചിത്രം അല്ലെങ്കിൽ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വലിയ ജീവിയാണ്, അതുപോലെ തന്നെ വലിയ തുമ്പിക്കൈ ഉണ്ടാവും, വലിയ ചെവികളായിരിക്കും എന്ന് അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചുറ്റുമുള്ളവ നോക്കിക്കാണാനായിട്ട് അല്ലെ, എൻവയോൺമെന്റിലുള്ള അല്ലെങ്കിൽ സറൗണ്ടിങ്സിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കാണാനായിട്ട് അവൻ പഠിക്കും. അതുപോലെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഓരോ കാര്യങ്ങൾ ഡിസ്കവർ അല്ലെ കണ്ടുപിടിക്കാനായിട്ടും അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനായിട്ടും അവന് എന്ത് ചെയ്യും? പഠിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? കയ്യില് തീ അറിയാം, അമ്മമാര് പറഞ്ഞാലും ചില കൊച്ചുകൾ എന്ത് ചെയ്യും? തീയില് നോക്കുമല്ലേ, വെച്ച് നോക്കും, അത് ഒന്ന് ഡിസ്കവർ അല്ലെ എന്താണ്, അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. പൊള്ളോ എന്ന് പറഞ്ഞാലും അവൻ തീയില് കൈവയ്ക്കാറുണ്ട് ഇല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാ, എക്സ്പീരിയൻസ് ചെയ്യാ, അതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങിയത് മനസ്സിലാക്കാനുള്ള കാലഘട്ടത്തെയാണ് നമ്മള് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആണോ? ഓക്കെ. അപ്പോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? നമ്മള് ചിന്തിക്കാനായിട്ടും അതുപോലെ റീസണിങ് കണ്ടെത്താനായിട്ടും അല്ലെ, റീസൺ ന്യായവാദം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലോകത്തെ മനസ്സിലാക്കുന്നതിനുമുള്ള കഴിവ് വികസിപ്പിക്കുന്ന അതിനെയാണ് നമ്മളെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫാദർ അല്ലെ, ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ജീൻ പിയാഷെയാണ്. എക്സ്ട്രാ ഒന്ന് എഴുതി വെക്കാട്ടോ. അതുപോലെ തന്നെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലാണ് നമ്മൾ പറഞ്ഞത് ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലസിനോടുള്ള റിയാക്ഷൻ ആണ്, റിഫ്ലക്ഷൻ ആണ് അല്ലെ. കുട്ടി തീയിൽ കൈവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിക്കുന്നത് എന്താണ്? അതാണ് ഫയറാണ് അവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോർച്ചില് കണ്ണില് ടോർച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ കണ്ണടയ്ക്കും, കുട്ടികളായാലും നമ്മളായാലും അല്ലെ.
അപ്പൊ അവിടെ എന്താണ് ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മളോട് കണ്ണടയ്ക്കുന്നത്. നമ്മളെ ബോഡി സ്വയം റിയാക്ഷൻ ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല് ലൈറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്താണ് നമ്മള് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അതുപോലെ എൻവയോൺമെന്റിനോട് അഡ്ജസ്റ്റ് ആവാനും ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അതുപോലെ തന്നെ എൻവയോൺമെന്റിനോട് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ 6 മാസം പ്രായമാകുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഓരോ ഒബ്ജക്റ്റിനെയും ഐഡന്റിഫൈ ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട്, വസ്തുക്കളെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അതുപോലെ എന്താണ്, ഇപ്പൊ ഒരു എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിലോട്ട് എന്തൊക്കെയാ വരുന്നത്? ഒരു ചേഞ്ച് എനിമലാണ് അല്ലെ, ഭീമാകാരമായ ഒരു എനിമലാണ്. അതുപോലെ തന്നെ വലിയ ചെവിയുണ്ട്, വലിയ തുമ്പിക്കൈയുണ്ട് ഒക്കെ അവന്റെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം, ചിലപ്പോൾ കണ്ടു കാണില്ല എലിഫന്റിനെ. പക്ഷെ എന്താണ്, അവന്റെ മനസ്സിലേക്ക് അവൻ എക്സ്പീരിയൻസ് ചെയ്ത് അവൻ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കിയിട്ട് അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു രൂപമാണ് എലിഫന്റിന്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, നമ്മള് ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്. അത് മിസ് നാളെ എടുക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നാളെ മിസ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. പക്ഷെ മിസ് ലീവ് ആണെന്നാണ് പറഞ്ഞത്, അപ്പൊ ചിലപ്പോ മിസ് ആയിരിക്കും. ഓക്കെ, നാളെ നമുക്ക് ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് പഠിക്കാനുണ്ട് കേട്ടോ. 3 കാര്യങ്ങളാണ്, സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്, കുഴപ്പമില്ല. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് പഠിക്കാനുണ്ട്. അതും ജീൻ പിയാഷെയാണ് കേട്ടോ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓരോ കാര്യങ്ങളും കുറച്ച് തിയറീസ് നാളെ 2 തിയറീസ് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടാവോന്ന് അറിയില്ല. ഈ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ച ടൈം ഇല്ല. ഇത്ര വരെ ഓക്കെ അല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓക്കെ, ആ പാരഗ്രാഫ് ഓക്കെ ആണോ? ഓക്കെ, നാളെ നമുക്ക് സ്റ്റേജസ് നോക്കാം കേട്ടോ. അയച്ചു നോക്കിയോ എല്ലാവരും? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? സൈൻ ഔട്ട് ആരാ? ഞാൻ പറയാം മാഡം, ഞാൻ പറയാം. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. അതായത് വിജ്ഞാന വികാസത്തെ പറ്റിയിട്ടൊക്കെ നന്നായി മാഡം ക്ലാസ് എടുത്തു. ജീൻ പിയാഷെയുടെ തിയറിയെ പറ്റിയിട്ടൊക്കെ, പിന്നെ മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് എല്ലാവരും നന്നായി തന്നെ പ്രസന്റ് ചെയ്തു. പുതിയ പുതിയ ഐഡിയാസും എല്ലാവരിൽ നിന്നും കിട്ടി. താങ്ക് യു മാഡം. ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു. ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ചിലപ്പോ നാളെ മിസ് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു മാം. താങ്ക് യു.